ஒரு கதை சொல்லிட்டேன் சார். கல்யாணம் കഴിഞ്ഞിട്ട് വന്നിട്ടില്ലേ വയസ്സിൽ തയ്യാൻ വേണ്ടിട്ട് ഇങ്ങനെ വെക്കും. ഇത് റെക്കോർഡാ? ഹലോ ഹായ് നമസ്കാരം. അപ്പൊ നമ്മളിന്ന് എങ്ങോട്ടാ? നമ്മളിന്ന് നമ്മുടെ ബാഡ്മിന്റൺ ടീം എല്ലാരും കൂടി ഒരു ലഞ്ച് കഴിക്കാൻ. നമ്മളിന്ന് ലീവായിരുന്നു ഇവിടെ. അത് കഴിഞ്ഞ് എല്ലാരും കൂടെ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോകുന്ന വിചാരിച്ചു. അതില് സുജിത്തും ഇല്ല, സുരേഷ് ചേട്ടനും ഇല്ല. അങ്ങനെ നമ്മളെ ബാക്കി ടീം ഉള്ളിലുണ്ട്. മൂന്നാളും ചേർന്ന ഭയങ്കര പരദൂഷണം കഴിച്ചു. ഇതാണ് നമ്മുടെ മദീന, അതാണ് നമ്മുടെ ബാഡ്മിന്റൺ കോച്ച്. നമ്മള് കൊച്ചിന് ഹായ് പറയുക. കോച്ചിന്റെ വൈഫ്. അത് പിന്നെ അറിയാലോ. ஒரு கதை சொல்லிட்டேன் சார். കല്യാണം കഴിഞ്ഞിട്ട് വന്നിട്ടില്ലേ വയസ്സിൽ തയ്യാൻ വേണ്ടിട്ട് ആ സമയത്ത് ആദ്യം അക്ഷയപ രഹസ്യണ്ടേ. അക്ഷയപ രഹസ്യം എന്ന് പറഞ്ഞ് അപ്പൊ എന്റെ ഭാഗത്ത് എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. ഇവിടെ ഭാഗത്ത് ഇവിടെ നാട്ടിലൊരു ആളുണ്ട്. ഇവിടെ വീടിന്റെ അടുത്തുള്ള ആള് രാജേട്ടന്റെ പേര്. അയാളുടെ വീട്ടിലെ രാജേട്ടൻ വൈഫ് മോൻ ആദ്യം പോയിട്ട് പേരൊക്കെ പറഞ്ഞിട്ട് അവരുടെ ആധാർ കാർഡ് എടുക്കണം. എന്നിട്ട് വേണം നമ്മൾ മുനിസിപ്പാലിറ്റി ആക്കേണ്ടത്. അപ്പൊ അവിടെ എത്തി. ഇപ്പൊ എന്നെ പറഞ്ഞു, ഞാൻ എന്റെ ഫ്രണ്ടിന്റെ പേരും കാര്യം ടീച്ചറും പറഞ്ഞു കൊടുത്ത്. പിന്നെ ഇവളെ വെച്ച് ഇവിടെ പേര് ആരെ പേര് വെച്ച് അക്ഷീന്റെ ഇവിടെ രാജെന്ന് പറഞ്ഞു കൊടുത്ത്. അപ്പൊ ഇയാളെ അച്ഛന്റെ പേര് വിളിച്ചു. അയാളാണ് ആ വീട്ടിലെ അച്ഛൻ. അപ്പഴ അച്ഛൻ ചോദിച്ചു, ഇല്ല അയാളെ അച്ഛൻ അല്ല, അയാളാണ് ആ വീട്ടിലെ അച്ഛൻ, അയാൾക്ക് മോനെ ഉള്ളത്. അപ്പഴാ അപ്പഴാണ് അച്ഛൻ ചേച്ചി പറഞ്ഞു, ഏതൊരാൾക്കൊരു അച്ഛൻ ഉണ്ടാവില്ല. അയാളാ വീട്ടിലെ അച്ഛൻ, അയാൾക്ക് മോൻ, അയാൾക്ക് എല്ലാവർക്കും ഇന്ന് ഫുഡ് സെർവ് ചെയ്യുന്നത് നമ്മുടെ കോച്ചാണ്. അപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. അടിപൊളി മന്തിയൊക്കെ കഴിച്ചു. എല്ലാരും ഇങ്ങനെ വെക്കും. ഇത് റെക്കോർഡാ? അല്ല എങ്ങനെയാ കാണിക്ക്? പിന്നെ എന്റെ കിട്ടീ ഇത് നമുക്കിന്ന് പോണ്ടേ?